ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 മെയ് 24 വെള്ളിയാഴ്ചയാണ്, ഒരു വാരാന്ത്യമാണ്. കൂടാതെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടെയാണ്. അപ്പോൾ നമുക്ക് പതിവ് മെസ്സേജ് നോക്കിക്കൊണ്ട് നമ്മുടെ ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഓപ്ഷൻ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ലാഭം ഉണ്ടാക്കാനുള്ള നിരവധി പുസ്തകങ്ങളും വീഡിയോസും ഇന്ന് ഫ്രീ ആയിട്ട് ലഭ്യമാണ്. അതായത് നിങ്ങളുടെ ഷെൽഫിൽ എന്തായാലും 1-2 പുസ്തകങ്ങൾ, ഇതിനുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനം നേടുന്നതിലല്ല, അല്ലെങ്കിൽ അറിവ് നേടുന്നതിലല്ല, അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിലും വിജയം നേടാൻ സാധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് അറിവ് നേടുന്നതിലല്ല, നേടിയ അറിവുകൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുക. സോ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ, നിങ്ങൾക്ക് ഇന്നലെ കണ്ട വീഡിയോയിൽ നിന്നും ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഇന്നത്തെ ട്രേഡിങ്ങിൽ അതെങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ശ്രമിക്കുക. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ഒരു കടലാണ്. ആ കടലിൽ നിന്നും ഓരോ സ്പൂണിൽ ഓരോ അറിവുകൾ നേടിയെടുത്ത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, സെൻസെക്സ് നിഫ്റ്റിയും ഒരു റെക്കോർഡ് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ പുതിയതായിട്ട് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി ആണെങ്കിൽ 22,993 സെൻസെക്സ് 75,499. രണ്ട് നമ്പേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കീ നമ്പറിൻ്റെ തൊട്ട് താഴെയാണ് പോയി നിന്നിരിക്കുന്നത്. അതായത് 23,000 എന്ന നമ്പറിൻ്റെ തൊട്ട് താഴെയാണ് സെൻസെക്സ് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നിട്ട് അതിന് കുറച്ച് 30 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ആണെങ്കിൽ 75,500 മുട്ടിയില്ല എന്ന അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഓപ്പണിംഗ് എവിടെ വരുന്നു എന്നുള്ളതാണ്. 23,000 മുകളിൽ ഓപ്പണിംഗ് വന്ന് ഇന്നത്തെ ക്ലോസിംഗ് അതിൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മാജിക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ സെൻസെക്സ് 75,500 മുകളിൽ ഓപ്പണായിട്ട് മുകളിൽ തന്നെ ക്ലോസിംഗ് ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ മാജിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നോർമലി വെള്ളിയാഴ്ചകളിൽ അങ്ങനെ വലിയ മൂവ്മെൻറ്റ്സ് കാണാറില്ല, കാരണം മാർക്കറ്റ് പിന്നെ 2 ദിവസം അവധിയല്ലേ. അപ്പം നോർമലി അങ്ങനെ കാണാറില്ല. എങ്കിൽ കൂടി നമുക്ക് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക തന്നെ വേണം. US മാർക്കറ്റ് എന്താ പറയുക, ഒരു റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, NVIDIAയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് മിനിഞ്ഞാന്നാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫസ്റ്റിൽ റാലി വന്നു, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് US മാർക്കറ്റിൽ. മുമ്പൊക്കെ അങ്ങനെയല്ല, US മാർക്കറ്റ് ഫോൾ വന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഫോളാണ്, US മാർക്കറ്റിൽ റാലി ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അവരുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു റാലി ഉണ്ടായി, അടിപൊളി മുന്നേറ്റം കിട്ടിയപ്പോൾ US മാർക്കറ്റിൽ അതുപോലെ മുന്നേറ്റം കിട്ടി. കാരണം കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് ഒരു സ്ഥിരം പരിപാടിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്കും ഈ കാര്യം മനസ്സിലാവുന്നതാണ്. RBI ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ടായിരുന്ന ഡിവിഡൻഡ്, അതായത് 1 ലക്ഷം കോടിയായിരുന്നു കൊടുക്കാനുണ്ട്, അത് 2.1 lakh crore ആയിട്ട് ആണ് RBI കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ റാലിയുടെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. സോ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇൻഡിഗോ, HCL ടെക്, ഹൊണാസ കൺസ്യൂമർ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, സാഗൽ പ്രീപെയ്ഡ്, ഈ സ്റ്റോക്കുകൾ നിരീക്ഷിക്കുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ സ്റ്റാർ ഹെൽത്ത്, എന്താ പറയുക, സ്റ്റാർ ഹെൽത്തിൻ്റെ സ്റ്റോക്കിൽ ഒരു 3 ബ്ലോക്ക് ഡീൽസ് ഇന്നലെ നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു മുന്നേറ്റം ഇന്ന് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീ ലിമിറ്റഡ്, നമുക്ക് സീ എൻ്റർടൈൻമെൻറ്റ്സ് നമുക്കറിയാം, അത് സോണിയുമായിട്ട് മേർജ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ന്യൂസ് വന്നിരുന്നു. സോണിയായിട്ട് മേർജ് ചെയ്യുന്ന അവസാനം സോണി അതിൽ നിന്നും പിന്മാറി. ഇപ്പോൾ സീ പറയുന്നത് പിന്മാറുന്നതിനായിട്ട് $90 million അവർ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വളരെ ചർച്ചയാകുന്ന ഒരു ഹോട്ട് ടോപ്പിക് തന്നെയായിരിക്കും. അതുപോലെ മാൽദീവ്സും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയുന്നതാണ്. ഒരുപാട് അവിടുത്തെ ഒരു മന്ത്രി ഇന്ത്യക്കെതിരായിട്ട്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെതിരായിട്ട് ഒരു ട്വിറ്ററിൽ ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. അതുവഴി 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു പോയ ഒരു സമയത്താണ് ഇപ്പോൾ മാൽദീവ്സ് ഇന്ത്യയുടെ റൂപേ സർവീസ് അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാം. ബിക്കാജി ഫുഡ്സ് ഇൻ്റർനാഷണലിൻ്റെ Q4 നെറ്റ്
പ്രോഫിറ്റ് ഡബിളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായിട്ടതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ITC ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റ് ജൂൺ 6-ാം തീയതിയാണ്. അതായത് അവരുടെ ഹോട്ടൽ ബിസിനസ് കുറേ നാളായിട്ട് വന്ന ഒരു ന്യൂസാണ്. ഹോട്ടൽ ബിസിനസ് ITCയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ജൂൺ 6-ാം തീയതി അതിന് ഫൈനൽ തീരുമാനം ഉണ്ടാവും. സോ ITC ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ഇന്നലെ ITCയുടെ റിസൾട്ടായിരുന്നു 1.53% ഒക്കെയാണ് നെറ്റ് പ്രോഫിറ്റിൽ ചേഞ്ച് രേഖപ്പെടുത്തിയത്. അതും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല ITCയെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പം ഹോട്ടൽ ബിസിനസ് സെപ്പറേറ്റ് ചെയ്യുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം അതെങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നോക്കി കാണുക തന്നെ വേണം. ദെൻ റിമാൽ ചുഴലിക്കാറ്റ് എന്നുള്ള ബംഗാളിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരും എന്നാണ് വാർത്തകൾ അറിയിക്കുന്നത്. RBIയുടെ ഡിവിഡൻഡ് വീണ്ടും ബാങ്കിങ് സെക്ടറിനെ വളരെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടർ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ബാങ്ക് എക്സൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് സെക്ടർ. സോ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക, ലാഭം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി നിഫ്റ്റി നമ്മുടെ റാസ് ലെവൽസിൻ്റെ ടാർഗറ്റ്, മെയ് മാസത്തെ ടാർഗറ്റ് 23,239 ഉറപ്പായിട്ടും ടച്ച് ചെയ്യും എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 23,000 മുകളിൽ ഇന്ന് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും 23,239 എന്ന മെയ് മാസത്തെ ടാർഗറ്റ് നിഫ്റ്റി ടച്ച് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ഇത്രയും ഹൈലൈറ്റ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, നോർമലി ഞാൻ ന്യൂസ് എടുക്കുമ്പോൾ ഇന്നലത്തെ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളുടെ ന്യൂസ് ഇന്നത്തേക്ക്, അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ വായിച്ചത് ഇന്നുകൂടി വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് ഓരോ ട്രേഡറിനും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി പേര് അത് വളരെ നെഗറ്റീവായി പറഞ്ഞതുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റ് റിമൂവ് ചെയ്തതാണ്. ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരുപാട് സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകളുടെ ഒരുപാട് ന്യൂസ് ഇന്നലെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി അത് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. US മാർക്കറ്റ് ക്ലിയർലി ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ്ലി റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് FTSE 31 പോയിന്റ് റെഡിലാണ്, CAC 10 പോയിന്റ് ഗ്രീനിലാണ്. ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. മറ്റുള്ള മാർക്കറ്റ് എല്ലാം തന്നെ റെഡാണ്. ഷങ്കായ് കമ്പോസിറ്റ് 12 പോയിന്റ് ഗ്രീനിലാണ് എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മാർക്കറ്റുകളും ബെയറിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയിരുന്നു, US മാർക്കറ്റും കയറിപ്പോയിരുന്നു, പിന്നീട് തിരിച്ചിറങ്ങി നല്ല രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ് 22,960 ഇന്ന് ഓപ്പൺ ആയത് 22,959. ഒരു പോയിന്റിൻ്റെ, അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടി. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് 22,971, ഡേ ലോ 931. 40 പോയിന്റ് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കറൻ്റ്ലി അതുള്ളത് ഡേ ഹൈയിലാണ്. അതായത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. 22,971 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 11 പോയിന്റ് മുകളിലായിട്ട്. സോ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് എന്ന രീതിയിലാണ് മാർക്കറ്റ് ഒരു സൂചന നൽകുന്നത്. ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്, USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, കാനഡ റീറ്റെയിൽ സെയിൽസ്, ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ദെൻ ഫ്രാൻസ് ബിസിനസ് കോൺഫിഡൻസ്, UK റീറ്റെയിൽ സെയിൽസ്, ജർമ്മനി GDP ഗ്രോത്ത് റേറ്റ്, ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് നമുക്ക് വരാനുള്ള. ഒത്തിരി ഈവൻറ്റുകൾ ലിസ്റ്റ് ചെയ്ത് കാണാറുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ തോന്നുന്നതാണ് ഞാനിവിടെ വായിക്കുന്നത്. ഒത്തിരി ഈവൻറ്റുകൾ വായിക്കുന്നത് കൊണ്ട്, അത് കേൾക്കുന്നത് കൊണ്ട്, നിങ്ങൾക്കോ വായിക്കുന്നത് കൊണ്ട് എനിക്കോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അത് മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. എന്തായാലും ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ Aegis ലോജിസ്റ്റിക്സ്, ആഫ്ലിൻറ്റ്യ, ആദിത്യ വിഷൻ, 63 മൂൺസ്, ബോഷ്, അശോക് ലൈലാൻഡ്, GN ആക്സൽസ്, ബജാജ് ഹെൽത്ത് കെയർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, EID പാരി, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, കോഫി ഡേ എന്റർപ്രൈസസ്, ഗ്ലെൻമാർക്ക് ഫാർമ, നസാറ ടെക്നോളജീസ്, പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻ, സൺ TV നെറ്റ്വർക്ക്, സീ മീഡിയ കോർപ്പറേഷൻ, VDIP ക്ലോത്തിങ്,
ഹൗസിംഗ് ആൻഡ് അതായത് ഹഡ്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ ബുൾസ്, ഹൗസിംഗ് ഫിനാൻസ്, NTPC, മണപ്പുറം ഫിനാൻസ്, കർണാടക ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളുടെ അതായത് 300ഓളം സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതിൽ നിന്നും എനിക്ക് പരിചിതമായ പേരുകൾ മാത്രം ഞാൻ പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. FNO ബാനിൽ ഇന്ന് വന്നിരിക്കുന്ന ABC ക്യാപിറ്റൽ, ബാലറാം ചിനി, ബന്ധൻ ബാങ്ക്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്, മെട്രോപോളിസ്, നാഷണൽ അലുമിനിയം, IEX, PEL, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സീൽ, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നത്. FNO ബാനിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ ഒരു കുഴപ്പമില്ല. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ 19,821 കോടിയുടെ ബൈങ്ങും 15,150 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 4,670 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,439 കോടിയുടെ ബൈങ്ങും 12,292 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 146 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ ബൈങ് ആണ് അല്ലെങ്കിൽ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയില്ല എന്നുള്ളത് മാർക്കറ്റിൻ്റെ ആ വലിയ മുന്നേറ്റത്തിന് കാരണമായി എന്ന് പറയാം. മൊത്തത്തിൽ 4,817 കോടിയുടെ നിക്ഷേപമാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലെത്തിയത്. മെയ് മാസത്തിൽ മൊത്തത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,515 കോടിയുടെ ബൈങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 38,477 കോടിയുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,515 കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 38,477 കോടിയുടെ ബൈങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 4,962 കോടി രൂപയുടെ നിക്ഷേപം മെയ് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലെത്തിയതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,614 ഓപ്പണായിട്ട് 353 പോയിന്റ് ലാഭത്തോടു കൂടി 22,968 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ക്ലിയർലി ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 5 ദിവസം കൊണ്ട് നിഫ്റ്റി 940 പോയിന്റിൻ്റെ അഥവാ 4.27% ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയ് മാസത്തിൽ 400 പോയിന്റിൻ്റെ അഥവാ 1.77% ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതേപോലെ അതിന് പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും നോർമൽ CPR ആണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. ഇന്നലത്തത് വിർജിൻ CPR ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം മാർക്കറ്റിലുണ്ടാകും, ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ചെയ്യേണ്ടത് 21.38 ഇനി പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.12 ആണ്. ക്ലിയർലി അത് സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ള 23,556 ലക്ഷമാണ്. എന്നാൽ അതേ സമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 22,500 നടന്നിരിക്കുന്നത്. അവിടെ 35 ലക്ഷം മാത്രമേ ഉള്ളൂ. പുട്ടും കോൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ. ഇന്നലെ അതേപോലെ തന്നെയായിരുന്നു, പക്ഷേ മാർക്കറ്റ് കത്തിക്കറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ 1.12 ആണ്. അതിനെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 869 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 361 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. സെൻസെക്സ് 1164 പോയിന്റ്, നിഫ്റ്റി മിഡ് ക്യാപ്പ് 18 പോയിന്റിൻ്റെയും മുന്നേറ്റം ഉണ്ടാക്കി. എന്തായാലും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എക്സ്പയറി ഉള്ളത് സെൻസെക്സ് ആണ്. സെൻസെക്സിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആണെങ്കിലും ക്ലിയർലി എന്താ പറയുക, മന്ത്ലി റാസ് ലെവൽസിൻ്റെ R1 പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ കട്ട് ചെയ്ത് വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നമ്മുടെ മന്ത്ലി ടാർഗറ്റിലേക്ക് പോകാൻ 22,239 250 മുകളിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ ഈ മാസം ടാർഗറ്റ് 76,534 75,500 ഉണ്ട്. ഇനി 5 ട്രേഡിംഗ് ഡേയ്സ് ഇനിയും ക്ലിയർലി ബാക്കിയുണ്ട്. സോ ഈസി ആയിട്ട് അതിനെത്താൻ പറ്റും. മാർക്കറ്റ് എത്തണം എന്ന് കരുതിയാൽ 75,500 മുകളിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. അതേപോലെ 23,000 മുകളിൽ നിഫ്റ്റിയും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. മിഡ് ക്യാപ്പിലാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. 11,420 ഇപ്പോൾ മാർക്കറ്റിൽ 446 നമ്മുടെ ടാർഗറ്റ്. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് അത് ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് ഒത്തിരി മുകളിലാണുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഹൈ വന്നിരിക്കുന്നത് 48,829 അതിൽ നമുക്ക് ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് 51,446 51,450 എന്ന് അല്ലെങ്കിൽ 51,500 എന്ന് തന്നെ കൂട്ടാം. ഏകദേശം നമുക്കൊരു 2,000-ലധികം പോയിന്റിൻ്റെ മുന്നേറ്റം കിട്ടേണ്ടിയിരിക്കുന്നു. 2,500 പോയിന്റോളം മുന്നേറ്റം ബാങ്ക് നിഫ്റ്റിയിൽ വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആവുള്ളൂ. ടാർഗറ്റ് അച്ചീവ് ആവണം എന്ന് വാശി പിടിക്കാൻ സാധിക്കില്ല, പക്ഷേ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്കത് കാത്തിരിക്കാൻ പറ്റും. ബാങ്ക് എക്സിൽ
നമ്മൾ പിന്നെ ശ്രദ്ധിക്കാറില്ല. ഇനി ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇപ്പോൾ ഹൈ വന്നിരിക്കുന്നത് 21,751 22,689, ഏകദേശം 1000 പോയിന്റിൻ്റെ മുന്നേറ്റം ബാങ്ക് നിഫ്റ്റിയിൽ ഈ 5 ദിവസം കൊണ്ട് ഉണ്ടാവണം. നടക്കുമോ എന്നുള്ളത് നോക്കി കാണാം. കാരണം നല്ല ബുള്ളിഷാണ് ഓവറോൾ മാർക്കറ്റ്. വരും ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു മുൻവിധിയോടുകൂടി നോക്കി കാണാതിരിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റാണ് എന്ത് മാജിക്കും സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ ഞാൻ സെൻസെക്സിൻ്റെ റാസ് ലെവൽസിൻ്റെ ഗ്യാപ്പ് എനിക്ക് കിട്ടിയത് 125 പോയിൻ്റ് ലെവൽസാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, അത് 250 പോയിൻ്റ് ആക്കി മാറ്റി ആ റാസ് ലെവൽസ്. കാരണം പെട്ടെന്ന് ലെവൽസ് ഫില്ല് ചെയ്ത് കിട്ടാം, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ലൈൻസ് വരക്കേണ്ടി വരും. അപ്പോൾ 2 ലെവൽസിന് പകരം 1 ലെവലാക്കി മാറ്റി. ഇവിടെ എനിക്ക് R1 R2 R3 എന്നുള്ളിടത്ത് ഞാൻ R1 R2 കളഞ്ഞിട്ട് R3യിലേക്ക് R1 ആക്കി മാറ്റി. അങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പ് വരച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് സെൻസെക്സിന് വൈഡ് CPR ആണ്. അതേപോലെ നോ ട്രേഡ് സോണിൽ നിന്നും മുകളിലോട്ട് വളർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ടുള്ള മുന്നേറ്റം തരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈനേക്കാളും ഒത്തിരി മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും ഒരല്പം മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത്. ട്രേഡിംഗ് റേഞ്ച് ഓൾമോസ്റ്റ് ഇന്നലത്തെ അതേ റേഞ്ച് തന്നെയാണ് ഇന്നും പറയുന്നത്. ഇവിടെ 75,500 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു ഹൈ പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് 76,266 എന്ന ഈ ഒരു ഹൈ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതല്ല ഇന്നലത്തെ ഹൈയുടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻറ്റ് കിട്ടുന്നതാണെങ്കിൽ നോ ട്രേഡ് സോൺ വരെ ഇത്രയും ഒരു സോൺ ഇന്നലത്തെ ഡേ ഹൈ മുതൽ ഇന്നത്തെ ബ്രേക്ക് ഡൗൺ ലൈൻ വരെയുള്ള ഈ ഒരു സോണിൽ മൊത്തം അലമ്പായിരിക്കും മാർക്കറ്റ്. അപ്പ് ഡൗൺ ഇങ്ങനെ പോയിട്ട് ആൾക്കാരുടെ കാശ് കളയും. ഞാൻ പ്രതീക്ഷിക്കുന്നതും മോസ്റ്റ് പ്രോബബ്ലി ട്രേഡിങ് ഈ ഒരു സോണിൻ്റെ അകത്തായിരിക്കും ട്രേഡിങ് നടക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. കാരണം ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിലപ്പം ആ ഹെവി മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക. ഈ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വലിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞാൽ 75,500ൻ്റെയും 74,850ൻ്റെയും ഇടയിലുള്ള സോണിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ട്രേഡിംഗ് നടക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സോ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. താഴോട്ട് പോവുകയാണെങ്കിൽ അധികമൊന്നും പോകാനില്ല. ഇന്ന് ഒരു ബെയറിഷ് മോഡിൽ പോവുകയാണെങ്കിൽ 74,570 വരെയാണ് ഇന്നത്തെ ഒരു റേഞ്ച് ഉള്ളത്. പക്ഷെ മുകളിലോട്ടാണ് കൂടുതലുള്ളത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു റെയർ കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം ഉണ്ടാറുള്ളത്, ഒരു നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നമ്മുടെ ഹൈ അവിടെ തന്നെ ആദ്യമേ അങ്ങ് ടച്ച് ചെയ്തിട്ട് പിന്നീട് ഫർദർ നോ ട്രേഡ് സോണിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് അതിന് ശേഷമാണ് തീരുമാനിക്കുക. ഈ 2 സാധ്യതകൾ നിങ്ങൾ മനസ്സിലൊന്ന് കരുതിക്കോളൂ. എന്നിട്ട് എങ്ങനെയാണോ ലൈവ് മാർക്കറ്റിൽ പെർഫോം ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലാഭകരമായ ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.